ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഡോക്ടർ സി രാഹുലി, വി ഡി പ്രേംപ്രസാദ്, എസ് രാഹുൽ, ടി ആർ അജയൻ, അശോകൻ ചെരുവി, കരിവള്ളൂർ മുരളി എന്നിവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ആദ്യത്തെ സെഷൻ നവമാധ്യമങ്ങളുടെ സാംസ്കാരിക സാധ്യതകൾ എന്ന വിഷയമാണ് കൈകാര്യം ചെയ്തത്. രണ്ടാമത്തെ സെഷനിൽ നിന്ന് വിവിധ സാമൂഹിക മാധ്യമങ്ങളിലുള്ളൊരു സഞ്ചാരമാണ്. ഏറ്റവും അവസാനത്തത് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നവമാധ്യമ പരിപ്രേക്ഷ്യം എന്ന വിഷയം. അപ്പം അതുമായി ബന്ധപ്പെട്ട് പലരും വിവിധ ജില്ലകളിലുള്ള യാത്ര പ്രശ്നവും പരമാവധി വേഗത്തിൽ തന്നെ ഈ സെഷൻ അവസാനിപ്പിക്കും. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ സി രാവുണ്ണിയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. രാവുണ്ണി കവിയാണ്. അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഹൃദയപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ ഈ പരിപ്രേക്ഷ്യ അവതരണം നിർവഹിക്കുന്നത് എസ് രാഹുലാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ നവമാധ്യമങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അജയ് ചേട്ടൻ, അതുപോലെ മുരളി, പിന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ എന്നിവർക്കൊക്കെ തന്നെ ഹൃദയപൂർവ്വമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ സി രാവുണ്ണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗം എസ് രാഹുൽ പരിപ്രേക്ഷ്യ വഹിക്കും. അധ്യക്ഷന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് വളരെ പെട്ടെന്ന് കാര്യം പറയുകയാണ്. ഇവിടെ അവതരിപ്പിച്ചത് ഷാജി അരിന്തൽ സാറിന്റെ ഉദ്ഘാടനം മുതൽ അജയ് മാഷിന്റെ അധ്യക്ഷ പ്രസംഗവും അശോകൻ ചെരുവിൽ മാഷിന്റെ ആമുഖ പ്രഭാഷണവും എല്ലാം നമ്മുടെ പരിപ്രേക്ഷ്യത്തെ സംബന്ധിച്ചായിരുന്നു. ടി ഗോപകുമാറിന്റെയും മഹേഷ് അയ്യാറിന്റെയും ക്ലാസ്സും അതിനൊരു വലിയ പരിസരം നൽകുന്നതാണ്. അതിൽ വളരെ സംക്ഷിപ്ത രൂപത്തിൽ ചില കാര്യങ്ങൾ മാത്രമാണ് അതിന്റെ ഭാഗമായി ചേർക്കുന്നത്. ഒന്ന്, സാംസ്കാരിക രംഗത്തുള്ള ഇടപെടലുകൾ പ്രധാനമായും 2 തലത്തിൽ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ഈ കൺവെൻഷന്റെ ഭാഗമായി ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള ഇടപെടൽ എന്ന തലത്തിലാണ് നമ്മൾ ഈ ചർച്ചകൾ ഇനിഷ്യേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ മീഡിയം നമുക്കൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് വിവിധ ആളുകളെ, വിവിധ കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള വിവിധ ആളുകളെ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമാണ്. അവരുടെ കൃതികൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നൃത്തവും സംഗീതവും ഒക്കെ വളരെ വിപുലമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ആ അർത്ഥത്തിൽ കലാസാഹിത്യ മേഖലയിൽ ഇടപെടുന്നവരുടെ ഒരു കൂട്ടമായി പുരോഗമന കലാസാഹിത്യ സംഘം മാറണം. നമ്മൾ മെറ്റീരിയലുകൾ അവിടെ എത്തിക്കുകയും ആ മെറ്റീരിയലുകളുടെ ചർച്ചയിൽ ഇടപെടുകയും ചർച്ചകൾ തന്നെ നമ്മളിൽ നിന്ന് തുടങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നവമാധ്യമ ഇടപെടൽ. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നവമാധ്യമ സമിതി അവർ വളരെ സജീവമായി അത്തരം ഒരു ചർച്ച നടത്തി വരുന്നുണ്ട്. കഥയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, PG വായനക്കൂട്ടവുമായി ബന്ധപ്പെട്ട ചർച്ച. അത്തരത്തിൽ ഓൺലൈൻ മീഡിയത്തെ വളരെ ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൊടുത്തുകൊണ്ട് അവിടെ നമുക്ക് ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യാനും ചർച്ച തുടങ്ങാനും കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തണം. 2 എന്നുള്ളത് പൊതു ചർച്ചകളിൽ സാംസ്കാരികമായ ഇടപെടലുകൾ നടത്താൻ നമ്മൾ വളരെ പ്രത്യക്ഷമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് സാംസ്കാരിക ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിയണം. അതിനനുയോജ്യമായ ഒരു ഭാഷ നമുക്ക് രൂപീകരിക്കണം എന്നുള്ളതാണ്. സാംസ്കാരികമായ ഇടപെടലുകൾക്ക് അനുയോജ്യമായ ഒരു ഭാഷ നമുക്ക് എങ്ങനെ രൂപീകരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത്, അത്തരത്തിലൊരു ഭാഷ രൂപീകരിക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കെട്ടിലും മട്ടിലും ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു ഭാഷ എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ ഫ്ലെക്സിബിളായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഷ രൂപീകരിച്ചുകൊണ്ട് ആ പരമ്പരാഗതമായ വ്യാഖ്യാനങ്ങൾക്കും നറേഷനും അപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ നടത്താൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നവമാധ്യമ രംഗത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു കൾച്ചറൽ സ്പേസ് ആണ്, സാംസ്കാരിക ഇടപെടലുകളുടെ സ്ഥലമാണ് നവമാധ്യമ രംഗം. നമ്മൾ കാണുന്ന റീലുകൾ പോലും അത്തരത്തിലുള്ളതാണ്. നേരത്തെ ഇവിടെ ഉയർന്നു വന്ന ചർച്ചകൾ അത്തരത്തിലായിരുന്നു. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന റീലുകൾ, ഇപ്പോൾ 2 ആളുകൾ ചേർന്ന് നടത്തുന്ന ചില ഇടപെടലുകളുണ്ട്, ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ സാംസ്കാരികമായ കലയുമായി ഒക്കെ ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ്. അവർ അഭിനയിക്കുന്ന വീഡിയോകളുണ്ട്, ഒരാൾ മാത്രം അഭിനയിക്കുന്ന വീഡിയോകളുണ്ട്. ഇതിലേക്ക് പുരോഗമനപരമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ.
നമുക്ക് തന്നെ നേരത്തെ ഗോകുമാർ ചേട്ടൻ പറഞ്ഞതുപോലെ രണ്ടാളുകൾ ചേർന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമുക്ക് പ്രൊഡക്ഷനായി കൊണ്ടുവരാം. നമുക്കറിയാം, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മിക്കവാറും എല്ലാ വീഡിയോകളും ഇത്തരത്തിൽ 2-3 പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന വീഡിയോകളാണ്. ഒരു ഭാര്യയും ഭർത്താവോ, ഒരു സഹോദരനും സഹോദരിയോ, അല്ലെങ്കിൽ 2 സുഹൃത്തുക്കളോ അങ്ങനെ ചേർന്ന് വളരെ ലളിതമായ നോ കോസ്റ്റിലൊക്കെ അവതരിപ്പിക്കുന്ന വീഡിയോകളാണ്. പക്ഷെ ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയിൽ വിവിധ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് അത് എഫക്റ്റീവായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ റീലുകളിലേക്ക് നമ്മുടെ പുരോഗമനപരമായ ആശയങ്ങൾ കൂടി വളരെ രസകരമായി കടത്തിവിടാൻ നമുക്ക് കഴിയണം. അത് ആളുകൾ കാണുന്ന തരത്തിലുള്ള സജീവമായ ഒരു ഇടപെടലിലേക്ക് നമുക്ക് കൊണ്ടുചെല്ലാൻ കഴിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ തന്നെ നമുക്ക് സമീപിക്കാം, അവർക്ക് നമുക്ക് വിഷയങ്ങൾ കൊടുക്കാം, അവരെ കൂടി ഇടപെടുത്തിക്കൊണ്ട് ഇപ്പോൾ വളരെ സജീവമായി വലിയ റീച്ചുള്ള പേജുകളുണ്ട്, വലിയ റീച്ചുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്, ഫേസ്ബുക്കിൽ തന്നെ അത്തരം റീച്ചുള്ള ആളുകളുണ്ട്. സെലിബ്രിറ്റീസ് എന്ന് നമ്മൾ പറയും, ഫേസ്ബുക്ക് സെലിബ്രിറ്റീസ്, ഇൻസ്റ്റാ സെലിബ്രിറ്റീസ്, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് കൂടി നമ്മുടെ സംഘം മാറണം. നമ്മൾ പൊതുവിൽ കലാകാരന്മാരെന്ന് കരുതുന്ന സീരിയലിലോ സിനിമയിലോ നാടകത്തിലോ ഒക്കെ അഭിനയിക്കുന്നവർക്ക് അപ്പുറത്തേക്ക് ഈ നവമാധ്യമ രംഗത്ത് ഇടപെടുന്ന ഇത്തരം ആളുകളുടെ കൂടി ഒരു കൂട്ടായ്മ നമ്മുടെ നവമാധ്യമ സമിതി എന്നുള്ള രീതിയിൽ വിളിച്ചു ചേർക്കാൻ നമുക്ക് കഴിയുകയും അവരെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് അവർക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഈ മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആവിഷ്കാരങ്ങളിൽ മാറ്റം വരുത്തണം. വളരെ സ്ട്രക്ചേർഡ് ആയുള്ള ഭാഷയിലുള്ള എഴുത്ത് മാത്രമല്ല, വളരെ സ്ട്രക്ചേർഡ് ആയുള്ള വീഡിയോസ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വിവിധ സാധ്യതകൾ ഉപയോഗിച്ചുള്ള ആവിഷ്കാരങ്ങൾ, നല്ല കുഞ്ഞു കുഞ്ഞു കഥകൾ. ഇന്നിപ്പോ ഇവിടെ അവതരിപ്പിച്ച ഒരു മിമിക്രി ഉണ്ട്, അത് തന്നെ വലിയൊരു സാധ്യതയാണ്. അത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു വലിയ പ്രസംഗത്തെക്കാളും വലിയ റീച്ചിലേക്ക് അത് പോകും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ പുരോഗമനപരമായ ആശയങ്ങൾ കടത്തിവിടാനുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രമേയങ്ങളിൽ മാത്രമല്ല ക്രാഫ്റ്റിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമ്മൾ പ്രമേയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ പ്രമേയങ്ങളെ നോക്കി തീം ബേസ്ഡ് ആയിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ കവിതയിൽ പണിയെടുക്കുന്നത് പോലെ, അതുപോലെ തന്നെ കഥയിൽ പണിയെടുക്കുന്നത് പോലെ, നോവലിൽ പണിയെടുക്കുന്നത് പോലെ നവമാധ്യമ രംഗത്തുള്ള ഒരു ക്രാഫ്റ്റ്, ഒരു പുതിയ ക്രാഫ്റ്റ് രൂപീകരിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായി ഉണ്ടാകണം. പിന്നെ ഒന്ന് ബദൽ മാധ്യമങ്ങളായി മാറണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ രംഗത്തുള്ള ചർച്ച, നവമാധ്യമ രംഗത്ത് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ ഇത്തരത്തിലായി വലതുപക്ഷവൽക്കരണത്തെ കുറിച്ചും നവമാധ്യമ രംഗത്ത് ഉണ്ടാകേണ്ട സജീവമായ ഇടപെടലുകളെ കുറിച്ചും ഏറ്റവും ആദ്യം സംസാരിച്ച പ്രസ്ഥാനം പുരോഗമന കലാ സാഹിത്യ സംഘമാണ്. നമ്മുടെ പെരുമ്പാവൂർ രേഖയടക്കം വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ അതിനെ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിഷൻ നമ്മൾ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ പ്രായോഗിക തലത്തിൽ എത്തിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി കൺവെൻഷന്റെ ഭാഗമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയും ഓരോ മാധ്യമമായി മാറുന്ന, നമ്മളെല്ലാവരും വിവിധ മേഖലകളിൽ ഇടപെടുന്നവരാണ്. കഥയും കവിതയും അതുപോലെ തന്നെ നാടകവും ഒക്കെ ഇടപെടുന്ന ആളുകളാണ്. നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈ രംഗത്തേക്കുള്ള ഇടപെടലിനുള്ള വലിയൊരു ഇന്ധനമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഷാജി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ പരിപാടികൾ പോസ്റ്റ് ചെയ്യാറില്ല. നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു സെൽഫി പോലും നമ്മുടെ ഒരു പൊളിറ്റിക്സ് ആയി മാറുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഒരു സെൽഫി പോലും നമുക്കൊരു രാഷ്ട്രീയം പറയാനുള്ള വേദിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ നമ്മളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തി എടുക്കേണ്ടത്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ മാധ്യമമായി മാറുന്ന, ഓരോ മാധ്യമ പ്രചാരണ ഇടമായി മാറുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അവസാനത്തെ സെഷനിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നുള്ളത് മാറി പുതിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇടയ്ക്ക് നമ്മൾ ക്ലബ് ഹൗസിൽ വളരെ സജീവമായിരുന്നു. 2000-ലധികം ആളുകൾ പങ്കെടുത്ത ചർച്ച സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആദ്യം എത്താൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഇൻസ്റ്റ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെ സജീവമാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകൾ ഏതാണ്, അത്തരം പ്ലാറ്റ്ഫോമുകളിൽ കൂടെ നമുക്ക് സജീവമായി ഇടപെടാൻ കഴിയണം. അപ്പൊ നമുക്ക് നിലവിലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് അപ്പുറത്തേക്ക് ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്താൻ കഴിയണം, ഏറ്റവും ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ കൊടുക്കാൻ കഴിയണം എന്നുള്ളത്. ഇത്രയുമാണ് ഈ നമ്മുടെ ഈ ഒരു പൊതു ചർച്ചയിൽ നിന്ന് വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ ഒരു പരിപ്രേക്ഷ്യം എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. നന്ദി. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമ്മളെല്ലാവരും കൂടി ഇറങ്ങണം, ഒന്നിച്ച് വളരെ ഗംഭീരമായ ഒരു സോഷ്യൽ മീഡിയ കാലം ഉണ്ടാക്കാൻ കഴിയും. സംസ്ഥാന സമ്മേളനത്തോട് നമുക്കങ്ങ് പോയിരിക്കണം. ഇനി എന്തായാലും TR അജയൻ നമ്മുടെ നവമാധ്യമ പ്രവർത്തനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം സംസാരിക്കും. ക്ഷണിക്കുന്നു. ഇപ്പോഴൊരു നവമാധ്യമ സമിതി നമ്മൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആ നവമാധ്യമ സമിതിയാണ് വികാസയുടെ നവമാധ്യമ പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിക്കുന്നത്.
ഇന്ന് ഇവിടെ വന്ന ചെറുപ്പക്കാരായ ചെറിയ ആളുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നവമാധ്യമ സമിതി ഒന്ന് വികസിപ്പിക്കണം എന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളടക്കം ഷാജി എൻ കരൂർ, അശോകൻ ചെരുവിൽ, എം കെ മനോഹരൻ, കരിവള്ളൂർ മുരളി, എ ഗോകുലേന്ദ്രൻ, ഡോക്ടർ രാവുണ്ണി എന്നിവർ ഭാരവാഹികൾ എന്ന നിലയിൽ ഈ കമ്മിറ്റിയിലേക്ക് വരുന്നു. ഒപ്പം ടി ഗോപകുമാർ, എ ജി സൂരജ്, എസ് രാഹുൽ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പാറയ്ക്കൽ, മുരളി എസ് കുമാർ, മനുലാൽ, വർഗീസ് കളത്തിൽ, അജീഷ് പി, ഉമേഷ് പീലിക്കോട്, അംബരീഷ് വാസു, സി എസ് രതീഷ്, ജംഷിദ് അലി, കെ രമ തൃശൂർ, മുബിൻ മോഹൻ, കെ എ രാജേഷ്, കെ വി സതീഷ് പ്രതീഷ്, വിനു ഇടനാട്, രഞ്ജിത്ത് കെ എ, പ്രശാന്ത് കുമാർ കെ ജി, ജലീൽ ടി കുമാർ, ജ്യോതിബായി പരിയാട്, വേണു രാമനാഥ്, ആർ പാർവതി ദേവി, ടി ആർ അജയൻ. ഇവരെ ഭാരവാഹികളായിട്ട് ടി ആർ അജയൻ കൺവീനർ, ജോയിന്റ് കൺവീനർമാരായിട്ട് എസ് രാഹുൽ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പാറയ്ക്കൽ, മുരളി എസ് കുമാർ, വർഗീസ് കളത്തിൽ, ആർ പാർവതി ദേവി, അംബരീഷ് ജി വാസു. ഇതാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിനകത്ത് പുതിയത് വന്നായിട്ടുള്ള യുവാക്കളെ കുറേ പേര് കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്താൻ അവരുടെ സഹായം ഉണ്ടാവണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കാറുള്ളത്. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം 80 പേരെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നും 5 പേര്, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒരു 5 പേര്, അങ്ങനെയാണ് 10 ഭാരവാഹികൾ, അങ്ങനെ അവിടെ പ്രതീക്ഷിച്ചിരുന്നത് 80 പേരെയാണ്. ഇന്നിവിടെ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് 4 പേർ, പത്തനംതിട്ടയിൽ നിന്ന് 4 പേർ, കൊല്ലത്ത് നിന്നും 3 പേർ, കോട്ടയത്ത് നിന്ന് 4 പേർ, ആലപ്പുഴയിൽ നിന്ന് 7 പേർ, ഇടുക്കിയിൽ നിന്നും 3 പേർ, എറണാകുളത്ത് നിന്ന് 5 പേർ, തൃശ്ശൂരിൽ നിന്നും 11 പേർ, മലപ്പുറത്ത് നിന്നും 3 പേർ, പാലക്കാട് നിന്ന് 6 പേർ, കോഴിക്കോട് നിന്ന് 4 പേർ, വയനാട്ടിൽ നിന്ന് ഒരാൾ, കണ്ണൂരിൽ നിന്ന് 5 പേർ, കാസർഗോഡ് നിന്ന് 5 പേർ, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 12 പേർ. അങ്ങനെ മൊത്തത്തിൽ 73 ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. നമ്മൾ വിചാരിച്ച പോലെ ഇത് നന്നായി നടന്നു എന്നാണ്. ഇവിടെ നടന്ന അവതരണങ്ങളെ സംബന്ധിച്ച് കരിവള്ള മുരളി, എസ് രാഹുൽ എല്ലാം ഉൾപ്പെടെ അവതരിപ്പിച്ച കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഇതിൽ കൂട്ടിച്ചേർക്കലുകളോ മറ്റു നിർദ്ദേശങ്ങളോ വേണ്ടി പറയാം. നമ്മൾ അവതരിപ്പിച്ച നവമാധ്യമ പരിപ്രേക്ഷ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധാരണ നമ്മൾ കമ്മിറ്റി അവതരിപ്പിച്ചിട്ട് ഉണ്ടാവില്ലല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. നമ്മളോട് പരിപ്രേക്ഷ്യം കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ, കാരണം ഇവിടെ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തകരുടെ കൺവെൻഷനാണ്. അപ്പോൾ പ്രവർത്തകരുടെ ഭാവി പ്രവർത്തനത്തിന് ആവശ്യമുള്ള രേഖയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് വിശദാക്കി അതാണ് നമ്മൾ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പ്, അല്ല സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാകെ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സമ്പുഷ്ടമാകുന്ന എന്തെങ്കിലും പറയാൻ ഉണ്ടോയെന്നാണ് ചോദിച്ചത്. വയനാട് ഒരാൾ 2 പേരാണ് ഒരു പേര് കൊടുത്തിരുന്നതെന്ന് തോന്നുന്നല്ലേ ചേട്ടാ? ഒരാളെത്തി കണ്ണൂരത്തില്ല, ആലപ്പുഴ 7 പേരായിട്ടുണ്ട്. സംസാരിക്കും. ഏറ്റവും സമയബന്ധിതമായി ഇതിന്റെ സർഗാത്മക രാഷ്ട്രീയ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊക്കെ തന്നെ
മികച്ച സൃഷ്ടിയാണ് ചെയ്യുന്നത്. ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ വളരെ കൃത്യമായൊരു ധാരണയോടുകൂടിയാണ് ക്യാമ്പ് സമാപിക്കുന്നത്. ഇതിന് എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇത് പ്രാവർത്തികമാകാൻ നമുക്ക് ആവശ്യമുള്ളത് വലിയൊരു ടീമാണ്. വലുതെന്ന എണ്ണത്തിലല്ല, ശക്തമായ ഏറ്റവും എഫിഷ്യൻസിയുള്ള ഒരു ടീമാണ്. ഇവിടെ വന്ന ക്ലാസ്സുകളിൽ നിന്നും കേട്ടതെന്ന് എനിക്കൊരു നിർദ്ദേശമുള്ളത്, ഈ ഗ്രൂപ്പുകൾ എന്നുള്ള രീതിയിലേക്ക് ഇതിനൊരു ഈ സാമാജിക സമിതി ഒരു സംഘടനാ രൂപം, അതൊരു സംവിധാനം മാത്രമാണെന്ന് അറിയാം, എന്നാൽ പോലും ഒരു സംഘടനാ രൂപത്തിലേക്ക് ജില്ലാ തലത്തിൽ കൂടി ഒരു പരിമിതമായ എണ്ണം, കൃത്യമായ എണ്ണം ചുറ്റപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ സംസ്ഥാന നവമാധ്യമ സമിതിയുടെ ഗ്രൂപ്പിന് കീഴിൽ മറ്റു ഗ്രൂപ്പുകൾ ചേർത്ത് ഒരു ഏകോപനം കൃത്യമായി വന്നാൽ കൃത്യമായിട്ട് നമുക്കൊരു നല്ല ടീമായി ഏറ്റവും അടുത്ത പ്രവർത്തനം നടക്കും. അപ്പോൾ അതിനുള്ള ഒരു തീരുമാനവും അതിനൊരു പ്രചരണം മീൻസ് ബന്ധപ്പെട്ട ആളുകളിലേക്ക് മാത്രം കൃത്യമായൊരു ധാരണ അവർക്ക് കിട്ടുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു മുൻകൈ എടുത്തു പോയാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമാണ്. അപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ കഴിഞ്ഞ ഒരു സംസ്ഥാന സമ്മേളനം ബന്ധപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് കാണുന്നുണ്ട്. ചില ഗ്രൂപ്പുകൾ കോട്ടയത്താണ് സംസ്ഥാനത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഇതിന് മുൻപ് ക്ലാസ് എടുത്താൽ അപേക്ഷ സൂചിപ്പിച്ച പോലെ. അപ്പോൾ അത് ആ ഒരു കാര്യം മാത്രമേ നിർദ്ദേശിക്കാനുള്ളൂ. ഇത് താഴേത്തട്ടിലേക്ക് ഇതിൻ്റെ സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിന് നമ്മളെല്ലാവരും നേതൃപരമായ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് മാത്രമേ. പേര് പറയട്ടാ. പേര് എൻ്റെ പേര് അജാസ്, എറണാകുളം ജില്ല. ഏതായാലും ഇത്തരത്തിലൊരു നവമാധ്യമ കൺവെൻഷൻ സംഘടിപ്പിച്ച സംസ്ഥാന കമ്മിറ്റിയെ ഞങ്ങൾ എറണാകുളം ജില്ലക്കാരെ അഭിനന്ദിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഒരു നിർദ്ദേശമാണ്. നിർദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് സോഷ്യൽ മീഡിയക്കൊക്കെ രണ്ട് രീതിയിൽ ഇടപെടാം. ഒന്ന് പോസ്റ്റുകളായിട്ടും എഴുത്തായിട്ടും, അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വീഡിയോസ് ആണ്. ഈ വീഡിയോസ് ചെയ്യാനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകൾക്ക് ഉണ്ടാവും. നമ്മുടെ ഫോണിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ നമുക്ക് അത് കൃത്യമായി ക്വാളിറ്റി ബേസ് ആയിട്ട് അത് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയതുമല്ല. അപ്പൊ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്കൊരു വീഡിയോ ചെയ്യാൻ 2 ദിവസം എടുക്കും. അത് എഴുതി തയ്യാറാക്കാൻ, വീഡിയോ എടുക്കാൻ, അത് എഡിറ്റ് ചെയ്യാൻ. അത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ എനിക്കൊരു നിർദ്ദേശം പറഞ്ഞാൽ എല്ലാ ജില്ലാ കേന്ദ്രത്തിലും ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ടീം, ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക്, അതായത് അതിനകത്ത് മൈക്ക് വേണം, ട്രൈപോഡ് വേണം, നല്ല ക്യാമറ വേണം, അത്തരത്തിലുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്തെടുത്താൽ പ്രായോഗികതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ നവമാധ്യമ കൂട്ടായ്മ കൺവെൻഷൻ വളരെ ക്രിയേറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയി നമുക്ക് തരുന്നതാണ്. 1-2 നിർദ്ദേശങ്ങൾ പറയാനുള്ളൂ. സംസ്ഥാന കമ്മിറ്റിയുടേതായിട്ടുള്ള മാധ്യമ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും ഉള്ളപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ മാത്രമായിട്ടുള്ളതല്ല, ഏരിയ തലത്തിലേക്ക് നമ്മൾ ചേർത്തലൊക്കെ ചെയ്തതാണ്. ചേർത്തല തന്നെ പുരോഗമന കലാസാഹിത്യത്തിന്റെ ചെറുപേരിയ കമ്മിറ്റിക്ക് ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ വിട്ടുപോകുന്നത് ഈ സ്കൂൾ വിദ്യാർത്ഥികളടങ്ങുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് ഈ ചാനലിനെ ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ ഇടപെടണം എന്നുള്ളത്. തീർച്ചയായിട്ടും അവരുടെ അനുമോദന ചടങ്ങുകൾ, അവരുടെ അകത്ത് വയ്ക്കുന്ന ഈ പ്രസംഗ മത്സരം അടക്കം 5 മിനിറ്റിൻ്റെതായിട്ടുള്ള പ്രസംഗ മത്സരം, എഴുത്തിൻ്റെതായിട്ടുള്ള കോമ്പറ്റീഷൻസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ, ഇതേപോലെ വർക്ക്ഷോപ്പ് നമ്മുടെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ പരിസരത്തും ഈ റീൽസ് മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ ടെക്നിക്കലായിട്ടുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ആ വർക്ക്ഷോപ്പ് നമ്മൾ നേതൃത്വം വഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ അത്തരം വർക്ക്ഷോപ്പ് നമ്മൾ പൊതുസ്ഥലത്ത് വെച്ചിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക. അവരുടെ അച്ഛന്മാർക്ക് താല്പര്യമുണ്ടായിരിക്കും, കുട്ടികൾക്ക്, പാരൻസ്. ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുകയും നമ്മുടെ യൂട്യൂബുകളിൽ, പ്രാദേശികമായ യൂട്യൂബുകളിൽ അത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂടും, കാരണം അവരൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൺമറഞ്ഞു പോകുന്ന ആളുകളെ ആദരിക്കുന്നതിന്, അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തുകളിലുള്ള ഈ സമാധാനമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് വീടുകളിൽ പോയിട്ട് തീരെ എഴുന്നേൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവിടേക്ക് പോയിട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ
എങ്ങനെ അത് ലോകത്തെ അറിയിക്കാൻ പറ്റും. അപ്പൊ അത് ചിലപ്പോ പല മേഖലകളിലായിരിക്കും. ചിലപ്പോ ശില്പികളായിരിക്കാം, പാൽ വിതരണമായിട്ട് ബന്ധപ്പെട്ട കർഷകർ, അങ്ങനെ പല രീതിയിൽ ഇതെല്ലാം സംഘപരിവാരം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു തമാശ. അവര് കൃത്യമായിട്ട് വീടുകളിൽ പോയിട്ട് പൊന്നാടി കൊണ്ടുവരുന്നുണ്ട്. എന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് പാൽ കർഷകർ ഇത്ര വർഷമായതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു പൊന്നാടി കൊണ്ടുവന്ന് അവിടുത്തെ. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും വിട്ടു പോകുന്നു. നമ്മൾ വലിയ വലിയ ലോകത്തിന്റെ വിപ്ലവകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യബന്ധങ്ങള് ഈ ഇന്റിമേസി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത് സമാധാനങ്ങളും അനുമോദനങ്ങളും ആ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി പറയേണ്ടത്, ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുന്നതായിട്ടുള്ളത് എല്ലാ ഏരിയ കമ്മിറ്റിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അതിന് അതിൻ്റെതായിട്ടുള്ള കണ്ടന്റ് സാധ്യതയുണ്ട്. ഇപ്പൊ പെൻഷൻ കൊടുക്കുന്ന വീടുകളിൽ ചെന്നിട്ട് എന്താണ് ഇതിന്റെ അവസ്ഥ, ലൈഫ് മിഷനായിട്ട് ബന്ധപ്പെട്ട വീടുകൾ, ഇത്രയധികം വീടുകൾ ഇവിടെ നമ്മൾ ഗവൺമെന്റ് ലൈഫ് മിഷനായിട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം റെക്കോർഡിങ്ങിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എത്ര വീടുകൾ കൊടുക്കുന്നതിന് ഒന്ന് രണ്ട് സ്റ്റില്ല് വേണമെങ്കിൽ വന്നിട്ടറിയാം. തീർച്ചയായിട്ടും അതിന്റെ താക്കോൽ കൈമാറ്റം മുതലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, തലപ്പള്ളി താലൂക്കിന്റെ ഈ ഏരിയയിൽ പ്രളയം അതിജീവനം സഹകരണ പ്രസ്ഥാനത്തിലൂടെ എന്നുള്ള ഒരു ഡോക്യുമെന്ററി സഹകരണ സംഘത്തിന്റെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ സ്ക്രിപ്റ്റിൽ ഞാൻ ചെയ്തു കൊടുത്താണ്. ഒരു മണിക്കൂർ തലപ്പള്ളി താലൂക്കിന്റെ പരിസരത്ത് 35ഓളം വീടുകൾ പണിതത് മുഴുവൻ കറങ്ങി. അതിലാണ് ഈ കുറാഞ്ചേരിയുടെ ദുരന്തവും കൊറ്റമ്പത്തൂർ ഉരുൾപൊട്ടലടക്കം പെടുന്നത്. ഇത് 2019 ഇറങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. ഇത് ഇന്നേ വരെ യൂട്യൂബിൽ കയറ്റിയിട്ടില്ല. കേട്ടാത്തന്റെ കാരണം സിന്ധുഭൂമി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഞാൻ ഡയറക്റ്റ് ചെയ്ത് കൊടുത്ത യൂട്യൂബ് സംസ്ഥാനത്തിന്റെ സഹകരണ സംഘം അത് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത്രയും വർഷമായിട്ട് അത് കയറിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഇവിടെ കേൾക്കാമായിരുന്നു. ഇതേപോലെ നമ്മൾ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ലൈഫ് മിഷന്റെ വീടുകൾ കൈമാറ്റേണ്ട അറിയാതെ പോയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ ചാനൽ തുറന്നുകൊണ്ട് ആ ഏരിയയിൽ ഒരു നെറ്റ്വർക്ക്, ഇതുപോലെ തന്നെ ചില കമ്മിറ്റി ആളുകൾ യൂത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റുഡിയോ ചെലവ് ചെയ്യുന്നതിന് പകരം ഇപ്പൊ എല്ലാം മൊബൈൽ ഫോണുകൾ തന്നെ ഭയങ്കര സാധ്യതകളുണ്ട്. ഐഫോണുകൾ നമ്മുടെ ചുറ്റും നല്ല എഡിറ്റേഴ്സ് DI ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഓരോ പഞ്ചായത്തിലുണ്ട്, നമ്മളതിനെ സമാഹരിക്കുന്നില്ല എന്നാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. ചേർപ്പിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സജീവമാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ചർച്ചയിൽ പൊന്തി വന്ന എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വിവരങ്ങളായിരിക്കും സംസ്ഥാന സമ്മേളനത്തിൽ വരുന്നത്. മലപ്പുറത്ത് നിന്ന് CP അധ്യക്ഷന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, നേരത്തെ എല്ലാവരും പറഞ്ഞത് വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, സംസ്ഥാന കമ്മിറ്റിയുടെ പേജ്, കഴിഞ്ഞ വർഷം നമുക്ക് 11,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ പേജ് നമുക്ക് ഹാക്ക് ചെയ്ത് പോയതുകൊണ്ട് നമ്മൾ പുതിയ പേജ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പേജ് നമ്മൾ ഇപ്പോഴെങ്കിലും ഇതിന് ശേഷമെങ്കിലും എല്ലാവരും കൂടെ, ഇന്ന് അജയ് സാറും അശോക് മാഷ് എല്ലാവരും പോസ്റ്റ് ഉണ്ടാക്കാൻ നമ്മളതിനുള്ള റീച്ച് വീണ്ടും പഴയ പോലെ ആക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ നിലവിലിപ്പോൾ ഉള്ളത് 486 ലൈക്ക് മാത്രമാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജിനുള്ളത്. നമുക്കത് പഴയ രീതിയിലേക്ക് ആക്കിയെടുക്കേണ്ടതുണ്ട്. ഇതിനെ തുടർന്ന് നമ്മളെല്ലാവരും ഒന്ന് വളരെ ആക്റ്റീവായിട്ട് പരിശ്രമിക്കണം. അതുപോലെ വാട്സപ്പിൽ നമ്മൾ വരുന്ന പോസ്റ്റുകൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് മറ്റ് പോസ്റ്റുകളും വരുന്നതുകൊണ്ട് ഇത് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടുന്ന പോസ്റ്റുകൾ നമ്മൾ അഡ്മിൻസ് പിൻ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഉപകാരമാകും. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന അതുപോലെ നമ്മൾ നേരത്തെ പരിപ്രേക്ഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളുകളായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഇടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റീച്ചും കൂടും. ഒപ്പം നമ്മൾ ഈ പോസ്റ്റുകളോട് പ്രതിരോധിക്കുന്നതിനോടൊപ്പം നമുക്ക് ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ രൂക്ഷമായിട്ടുള്ള കമൻസ് വരുന്ന ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ കമൻസിൽ ഒരു ബന്ധമില്ലാത്ത പോസ്റ്റിൽ ഒരു ബന്ധമില്ലാത്ത കമൻസ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള അതിൽ രാഷ്ട്രീയം വരുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള കമൻറ്റുകളെ ചെറുക്കാൻ വേണ്ടിയുള്ള ഒരു ടീം കൂടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഒറ്റ കാര്യം, നമ്മൾ ട്രെൻഡുകൾക്കനുസരിച്ച് കൂടെ ഇപ്പോൾ ഏറ്റവും പുതിയ മാർക്കറ്റിംഗ് രീതി വെച്ച് ഇപ്പോൾ മിൽമിയും അമൂലൊക്കെ ചെയ്യുന്ന പോലെ അവരുടെ ഏറ്റവും പുതിയ പരസ്യങ്ങൾ, പുതിയ ട്രെൻഡ് വരുന്ന ചിലപ്പോൾ ഒരു കമൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ട്രെൻഡ് അടിച്ചു കയറി പറയുന്ന പോലുള്ള പുതിയ തരത്തിലുള്ള വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ കൂടെ നമ്മൾ ട്രെൻഡിനനുസരിച്ച് തന്നെ ശ്രമിക്കണം എന്നുള്ളതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ കൺവെൻഷൻ അവസാനിക്കുകയാണ്. എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നു.
ഒത്തുചേർക്കുന്നത്. പാലക്കൽ ഉണ്ണീഷ ഈ ഇതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് ഉക്കാസയുടെ സംസ്ഥാനതല നവമാധ്യമ കൂട്ടായ്മ കൂടിയിരിപ്പ് നടന്നത് കാട്ടൂർ വെച്ചാണ്. അതിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നവമാധ്യമ പ്രവർത്തനം നമ്മൾ വളരെയേറെ കേരളത്തിലെ മറ്റൊരു സാംസ്കാരിക സംഘടനകൾക്കും ഇല്ലാത്ത തരത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സംസ്ഥാന തലത്തിൽ 2020 മുതലുള്ള അടച്ചിടൽക്കാല സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നേരിട്ടത് പോലും ഒരുപക്ഷെ നവമാധ്യമങ്ങളിലൂടെയാണ്. നമ്മുടെ ഇടപെടലുകളെല്ലാം തന്നെ എല്ലാവരും നമ്മുടെ ഈ സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ്. ഇന്നിവിടെ രാവിലെ മുതൽ നടന്ന ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ കൺവെൻഷനിൽ രാവിലെ മുതൽ നടന്ന അവതരണങ്ങൾ കഴിഞ്ഞ നമ്മുടെ കുടിയിരിപ്പിനേക്കാൾ ഏറ്റവും ക്രിയേറ്റീവ് ആയിരുന്നു, പ്രൊഡക്റ്റീവ് ആയിരുന്നു നമുക്ക് മനസ്സിലായി. ഇനി വരാൻ പോകുന്ന ശില്പശാലകളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അജയൻ മാഷ് അത് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വർക്ക്ഷോപ്പുകളാണ് ആവശ്യം. ഓരോ നമ്മളിവിടെ അവതരിപ്പിച്ച പരിചയപ്പെടുത്തിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സാംസ്കാരികമായി ഇടപെടാൻ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറിച്ച് 1-2 പ്ലാറ്റ്ഫോം വീതം നമുക്ക് എടുത്തുകൊണ്ട് അവയെക്കുറിച്ച് അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങൾ കൂടി ഓൺലൈനായിട്ട് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് ഇങ്ങനെ കൂടിയിരുന്നുകൊണ്ടോ അത്തരം ക്രിയേറ്റീവായിട്ട് റെസിഡൻഷ്യലായിട്ടോ അല്ലാതെ മറ്റ് സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ പ്രിയപ്പെട്ട ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാംസ്കാരിക മേഖലയിൽ സാങ്കേതികമായ ഇടപെടലാണ് നമുക്കിനി ആവശ്യം. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്നുണ്ട്, ഇവിടെ എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കോർഡിനേറ്റഡ് അല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിവിടെ പ്രിയപ്പെട്ട മുരളി പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, നല്ല റീച്ചുള്ള ഫേസ്ബുക്ക് പേജ് ആയിരുന്നു നമ്മളത്. പുതിയ പേജ് ഉണ്ട്, നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, ഏറ്റവും പുതിയ രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് നമുക്കുണ്ട്. ukasa.keраളം.com എന്ന വെബ്സൈറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോമുകളുടെ അക്കൗണ്ടുകളുടെ ഒരു കുഴപ്പമല്ല, കുറവല്ല നമ്മളെ സംബന്ധിച്ച്. വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ ജില്ലകൾക്കും അതിനകത്ത് ഒരു ലെയർ കൊടുത്തിട്ട് ആ ജില്ലകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ ആ ഗ്രൂപ്പിലേക്ക് നൽകണമെന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറിമാരെ ചേർത്തുകൊണ്ട് വെബ്സൈറ്റിന് വേണ്ടി മാത്രം നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആദ്യത്തെ ഒരു മാസം അതിനകത്ത് മെറ്റീരിയൽ ലഭിക്കുകയും പിന്നെ അതിലേക്ക് ജില്ലകളിൽ നടക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്ന ജില്ലകളുണ്ട്, അതിലേക്ക് മെറ്റീരിയൽ വരാതെ പോവുകയും ചെയ്യുന്നുണ്ട്. നിരന്തരം ഒരേ പ്രോഗ്രാം തന്നെ ഒരു വെബ്സൈറ്റിൽ കിട്ടിയിരുന്ന അതിനൊന്നും കിട്ടത്തില്ല. എല്ലാവരും പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവർക്ക് കാണാൻ താല്പര്യമുള്ള തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ന് വിവിധ ജില്ലകളിൽ നിന്നും ഈ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. സംഘടനയോടുള്ള നിങ്ങളുടെ സ്നേഹം, ഈ മേഖലയോടുള്ള നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ എത്തിച്ചേർന്നത്. ഇനി നമുക്ക് ആവശ്യം ഇവിടെ എത്തിയവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, സംസ്ഥാന മാധ്യമ സമിതി പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ നടത്തേണ്ട സാംസ്കാരിക പ്രവർത്തനം ജില്ലയിൽ നവമാധ്യമ ഇടപെടലുകൾ ആയിരിക്കണമെന്നതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതൊരു അഭ്യർത്ഥനയായിട്ട് എന്റെ മുന്നിലേക്ക് മറ്റൊന്നും നിങ്ങൾ ഏറ്റെടുക്കണ്ട. നിങ്ങൾ പ്രതിനിധീകരിച്ചു വന്ന ജില്ലയിലെ സാംസ്കാരിക മേഖലയുടെ നവമാധ്യമ ഇടപെടലുകൾ എത്ര ക്രിയേറ്റീവായി, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ക്രിയേറ്റീവായി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അതിനകത്ത് നമ്മൾ പൊളിറ്റിക്സ് പറയേണ്ട, എല്ലാത്തിനും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ ആവശ്യമില്ലെന്ന് തന്നെയാണ്. നമ്മൾ ഉക്കാസയാണ്, നമുക്ക് കാര്യങ്ങൾ പറയാനുള്ള ഇടമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് ചെയ്യുന്നവരായി അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നവരായി നമുക്ക് മാറേണ്ടതുണ്ട്. നമുക്ക് സംസ്ഥാന തലത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലാ സെക്രട്ടറിമാരെയും അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെയും ചേർത്തുകൊണ്ട് ഈ മെറ്റീരിയൽ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് ഇലക്ഷൻ സമയത്ത് ഇട്ട പോസ്റ്റുകൾ കാണാത്ത ഏരിയ സെക്രട്ടറിമാർ ഇപ്പോഴും ആ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരക്ക് കൊണ്ടാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് വിട്ടുപോകുന്നത്. ഏറ്റവും നന്നായി നിങ്ങൾക്ക് ഇപ്പോൾ മാഷ് എപ്പോഴും പറയാറുണ്ട്, ജില്ലകളിൽ ഒരാൾ അത് കോർഡിനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മറ്റ് ജില്ലാ സെക്രട്ടറിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള തിരക്കുള്ള ആളാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങൾ അത്തരം ഒരു ഇടപെടലുകൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള എന്ത് സഹായവും സംസ്ഥാന നവമാധ്യമ സമിതിയുടെ ഭാഗമായി നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്.
ഇന്ന് നമ്മുടെ ഈ സെഷന് അധ്യക്ഷത വഹിച്ചത് പ്രിയങ്കനായ ശ്രീ രാഹുൽ മാഷാണ്. രാഹുൽ മാഷിന് നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ അവതരണം നടത്തിയ പ്രിയപ്പെട്ട രാഹുലാണ്. പുരോഗമന കലാ സാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് രാഹുലിന് ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ചത് പ്രേംപ്രസാദ് സാറിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങ്, നമ്മുടെ ഈ കൺവെൻഷൻ സംഘടിപ്പിച്ചത് നമ്മുടെ പ്രിയങ്കരനായ നവമാധ്യമ സമിതി കൺവീനർ TR അജയൻ സാറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള പ്രിയങ്കരനായ നമ്മുടെ അശോകൻ ചെറിയ മാഷ്, അതുപോലെ തന്നെ കരിവള്ളൂർ മുരളിയേട്ടൻ, നമ്മുടെ രാഹുൽ മാഷ് നേരത്തെ പറഞ്ഞ എല്ലാവർക്കും നമ്മുടെ പുരോഗമന കലാ സാഹിത്യ സംഘ സംസ്ഥാന കമ്മിറ്റിയുടെ നവമാധ്യമ സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത് തൃശ്ശൂരിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ രൂപീകരണ കാലത്തുള്ള പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ നമ്മളുണ്ടാക്കിയ മുന്നേറ്റങ്ങളുടെ മീതെ നമ്മുടെ എതിരാളികൾ ജയക്കൊടി നാട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റും പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് നവമാധ്യമ രംഗത്ത് നമ്മുടെ പോരാട്ടം എന്നുള്ളത് അരയും തലയും മുറുക്കി നമ്മളെല്ലാവരും രംഗത്ത് വരുന്നത് വലിയ സമരംഗമാണ്. സമസ്ത കലാരൂപങ്ങളെയും സമസ്ത സാഹിത്യ രൂപങ്ങളെയും അങ്ങേയറ്റം സജീവമാക്കുന്നതോടൊപ്പം നമ്മുടെ നവമാധ്യമ പ്രവർത്തനങ്ങളുടെ ഒരു കൊടുങ്കാറ്റഴിച്ചുവിടാനുള്ള തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ പിരിയുന്നത്. നമ്മൾ പിരിയുന്നു. നമ്മളിനി ആ ഒരു മേഖലയിൽ ഗംഭീരമായി